അസ്സലാമലൈക്കും. ഇത് ഉസ്ബെക്കിസ്ഥാനിലെ ഞങ്ങളുടെ താമസ സ്ഥലമാണ് കേട്ടോ. ഈ ബിൽഡിങ്ങിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നമ്മുടെ ഇവിടെ ഉള്ളത് ഒരു സ്റ്റുഡിയോ റൂം പോലെയുള്ള സെറ്റിംഗ് ആണ് ഉള്ളത്. അതായത് ഒരു 5 മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലിക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടി ഞങ്ങളുള്ളത് കൊണ്ട് നല്ല ഹാപ്പി ആയിരുന്നു. കയറുമ്പോൾ തന്നെ ആദ്യം ഉള്ളത് ടോയ്ലറ്റാണ് കേട്ടോ. ടോയ്ലറ്റിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊരു ഷെൽഫ് ഉണ്ട്. ഇത് ഇന്റർകോമാണ്. നമ്മൾ ഓരോ റൂമുകൾക്കും കോൾ ചെയ്യുന്നതും അതുപോലെ മെസ്സേജ്, അതുപോലെ ഫ്രണ്ട് ക്യാം, നമുക്ക് ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. അതുകൊണ്ട് മക്കളൊക്കെ കളിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. ആ ഒരു ഉപകാരമുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള ഷെൽഫ് കേട്ടോ. ഇനി നമുക്കുള്ളത് ഒരു മെയിൻ ഹാളാണ്. ഈ ഹാളിൽ ഒരു കോർണറിൽ സോഫയുണ്ട്, മറ്റൊരു കോർണറിൽ നമുക്ക് ടേബിളും ചെയറുണ്ട്. മോനെ ഓൺലൈനായിട്ട് പഠിക്കുമ്പോഴൊക്കെ ആ ഒരു ഏരിയയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് കാണാം, ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു വൈഡ് വ്യൂ ആട്ടോ. ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ ബാക്കിലായിട്ട് എന്ന് തന്നെ പറയാം ടെക്നോ പാർക്കാണ് ഉള്ളത്. ഏകദേശം 210ഓളം ഹെക്ടർ ഏരിയ ഇത് ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടെക്നോ പാർക്ക് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. ഇവിടെയാണ് എൻ്റെ ഷൂട്ടിംഗ് ചെയ്യുന്ന ഏരിയ. ഇത് ഞങ്ങളുടെ കിച്ചണാണ് കേട്ടോ. 2 ചെയറും ഒരു കുഞ്ഞു ടേബിളും ഇത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ പുറം ഭാഗം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലൈറ്റും കിട്ടും. അതുകൊണ്ട് നമുക്ക് റിംഗ് ലൈറ്റിൻ്റെ ആവശ്യമൊന്നും വരില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉപകാരം കേട്ടോ. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവബിൾ ആണ്. ഈ ഒരു പെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ, നേരത്തെ കാണിച്ചത് പോലെ. ശരിക്കും വിൻ്ററിലോ അല്ലെങ്കിൽ ഓട്ടം സീസണിലൊക്കെ ഇവിടെ നമുക്ക് മഞ്ഞുമലകൾ കാണാം കേട്ടോ. ഇതിപ്പോൾ ഒരു ക്ലൗഡി ഡേ ആണ് ഞാൻ ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ വ്യൂ ഉള്ളത്. കിച്ചണിൽ തന്നെയാണ് വാഷിംഗ് മെഷീനൊക്കെ ഉള്ളത്, അതുപോലെ ഡൈനിങ് ഏരിയ ഉള്ളത്. ഹാളിൻ്റെ മുകളിലായിട്ട് ഒരു ഡക്ക് പോലെ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ബെഡ്റൂം. അവിടെ ഒരു കോട്ടുണ്ട്, ഒരു ഷെൽഫുണ്ട്. അവിടുത്തെ ഷെൽഫിലുണ്ടോ ഞങ്ങളുടെ ക്ലോത്ത്സും അക്സസറീസും എല്ലാം വെക്കാറുള്ളത്. ഇവിടെ മോന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഷൂട്ട് ചെയ്യുന്നില്ല. ഞാൻ നേരെ താഴത്തോട്ട് പോവുകയാണേ. നമ്മുടെ ബിൽഡിങ് ആക്ച്വലി ഒരു 5 ബിൽഡിങ്ങിന്റെ നടുവിൽ ഒരു രാജാവിനെ പോലെ നിൽക്കുന്നതാണ് കേട്ടോ. 2 സൈഡിലും ട്വിൻസിനെ പോലെ 2 ബിൽഡിങ്, നടുവിൽ ഇവർ യുണൈക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ട്രക്ചർ. ഇതിന് നടുവിലായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതുപോലെ കുഞ്ഞു പാർക്കുണ്ട്. ഈ പാർക്കും ഇതൊക്കെ ഞാൻ മോർണിംഗിൽ ഷൂട്ട് ചെയ്തിട്ടോ. ബിൽഡിങ്ങിൻ്റെത് ചുമ്മാ ഞാൻ രാത്രി ഒന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രം. ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഫിറ്റ്നസ് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് വർക്കൗട്ട് എല്ലാം ചെയ്യാം. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കണ്ടില്ലേ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.